ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ്. എനിക്ക് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടിയത് PSC ബുള്ളറ്റിനിൽ നിന്നാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ആൻസർ കീയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണെങ്കിൽ, മാക്സിമം മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഈ ക്ലാസ്സിന് മുന്നേ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷൻ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്യുകയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയോ ചെയ്താൽ മതി. ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ മലയാളം മോക്ക് ടെസ്റ്റ് എന്നുള്ള പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽഫെയർ ഓഫീസർ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 ക്വസ്റ്റ്യൻസും ഏകദേശം നല്ല ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്രഷനിസ്റ്റ് സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ മലയാള നാടകം ഏതാണ്? എക്സ്പ്രഷനിസ്റ്റ് സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ മലയാള നാടകം ഓപ്ഷൻ ബി ആണ്, സമത്വവാദി. ഏതാണ്? സമത്വവാദി. 2013 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത്? 2013 വയലാർ അവാർഡിന് അർഹമായത് ഓപ്ഷൻ എ ശ്യാമമാധവമാണ്. ശ്യാമമാധവം. തന്നിരിക്കുന്ന വരികളിലെ അലങ്കാരം നിർണയിക്കുക. ദാനശീലത്തിന് സൗമത്വം, തങ്കത്തിനും സുഗന്ധമാം. പക്ഷെ നമ്മുടെ പുതിയ സിലബസിൽ അലങ്കാരത്തിനെ പറ്റിയൊന്നും പറയുന്നില്ല, അപ്പൊ അത് പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാമിശ്രത്തിന്റെ മനോഹരമായ സാഹിത്യ രൂപമാണ് മണിപ്രവാളം എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഭാഷാമിശ്രത്തിന്റെ മനോഹരമായ സാഹിത്യ രൂപമാണ് മണിപ്രവാളം എന്ന് അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ ബി ഇളംകുളം കുഞ്ഞൻപിള്ള. ആരാണ്? ഇളംകുളം കുഞ്ഞൻപിള്ള. വൃത്തവിചാരം എന്ന കൃതി എഴുതിയതാര്? വൃത്തവിചാരം എന്ന കൃതി എഴുതിയതാര്? ആരാണ്? ഓപ്ഷൻ എ കെ വാദ്യാർ ആണ് വൃത്തവിചാരം എന്ന കൃതി എഴുതിയത്. തുല്യ പ്രാധാന്യമുള്ള 2 വാക്യഭാഗങ്ങളെ വേർപെടുത്താൻ ഉപയോഗിക്കുന്ന ചിഹ്നമേത്? അത് ഓപ്ഷൻ ഡി ആണ്, ഭിത്തികയാണ്. അർത്ഥപ്രധാന ശേഷിയുള്ള ഭാഷയുടെ അടിസ്ഥാന ഘടകം ഏത്? അർത്ഥപ്രധാന ശേഷിയുള്ള ഭാഷയുടെ അടിസ്ഥാന ഘടകം ഓപ്ഷൻ ഡി ആണ്, രൂപിമമാണ്. രൂപിമം. കൊള്ളാൻ വല്ലതും ഒന്നു കൊടുപ്പാനില്ലാതില്ലൊരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയപ്പനിനീർ പൂന്തോപ്പിൽ എന്ന് പാടിയ കവിയാര്? കൊള്ളാൻ വല്ലതും ഒന്നു കൊടുപ്പാനില്ലാതില്ലൊരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയപ്പനിനീർ പൂന്തോപ്പിൽ എന്ന് പാടിയത് ആരാണ്? ഓപ്ഷൻ ബി വൈലോപ്പിള്ളിയാണ്. ആവിഷ്കരണീയ ഭാവത്തിന് അനുയോജ്യമായ ഒരു ബാഹ്യ സംയോജകം നിർബന്ധിക്കുന്നതിലാണ് കവിപ്രതിഭയുടെ വൈഭവം എന്നഭിപ്രായപ്പെട്ട പാശ്ചാത്യ നിരൂപകൻ ആരാണ്? നമുക്ക് നോക്കാം. ആവിഷ്കരണീയ ഭാവത്തിന് അനുയോജ്യമായ ഒരു ബാഹ്യ സംയോജകം നിബന്ധിക്കുന്നതിലാണ് കവിപ്രതിഭയുടെ വൈഭവം എന്നഭിപ്രായപ്പെട്ട പാശ്ചാത്യ നിരൂപകനാണ് ഓപ്ഷൻ ഡി, TS എലിയട്ട്. ആരാണ്? TS എലിയട്ട്. അടുത്തത്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 ഗ്രാമവികസനം ഇടുക്കി ജില്ലയിലേതാണ് നോക്കാൻ പോകുന്നത്. സുഖഭോഗങ്ങൾ എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ ലഭിക്കുന്നത് എന്താണ്? സുഖഭോഗങ്ങൾ. ഓപ്ഷൻ എ സുഖമാകുന്ന ഭോഗങ്ങൾ. സുഖമാകുന്ന ഭോഗങ്ങൾ. പ്രാവേ പ്രാവേ പോകരുതേ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ കുട്ടിക്കവിതയുടെ രചയിതാവാര്? ആരാണ്? ആൻസർ നമുക്ക് എല്ലാം അറിയാം. പ്രാവേ പ്രാവേ പോകരുതേ, അതുപോലെ കാക്കേ കാക്കേ കൂടകിടയൊക്കെ കുട്ടിക്കവിതകൾ രചിച്ചത് ഓപ്ഷൻ ബി ആണ്, ഉള്ളൂരാണ്. അപ്പുണ്ണി എന്ന കഥാപാത്രം ND വാസുദേവൻ നായരുടെ ഒരു കൃതിയിലേതാണ്? ഏതാണ് കൃതി? അപ്പുണ്ണി ഏതിലേതാണ്? ഓപ്ഷൻ എ നാലുകെട്ടിലേതാണ്. എന്റെ നാടുകടത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? എന്റെ നാടുകടത്തൽ എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ഡി ആണ്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പപേരാറെ നീ മാറിപ്പോമോ ആകുലമാമൊരൊഴുക്കുചാലായി. ഈ വരികൾ ആരുടേതാണ്? രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ്, ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. അദ്ദേഹത്തിന്റെ കുറ്റിപ്പാലം എന്ന കൃതിയിലേതാണ്, കുറ്റിപ്പുറം പാലം എന്നുള്ള കൃതിയിലേതാണ് ഇത്. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പപേരാറെ നീ മാറിപ്പോമോ ആകുലമാമൊരൊഴുക്കുചാലായി. ആരുടേതാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവാര്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവാര്? ആൻസർ ഓപ്ഷൻ സി ആണ്, സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ പറയുന്നവയിൽ കണ്ണീർ എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം ഏത്? താഴെ പറയുന്നവയിൽ കണ്ണീർ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് അശ്രു, മിഴുനീർ, നയനാമ്പു, രോദനം. ഏതാണ്? രോദനം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ്, കരച്ചിലാണ്. അപ്പൊ താഴെ പറയുന്നവയിൽ കണ്ണീർ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? രോദനമാണ്. അപ്പൊ ആയത് അശ്രു, മിഴുനീർ, നയനാമ്പു എന്നിവ കണ്ണീർ എന്നാണ് അർത്ഥം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LD ക്ലർക്ക് 2016 വിവിധത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. തമിഴും മലയാളവും അറിയാവുന്നത് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു LD ക്ലർക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മലയാളമാണ്. നോക്കാം. നാലാള് കൂടിയാൽ പാമ്പു ചാകില്ല എന്ന ശൈലിയുടെ ആശയം. നാലാള് കൂടിയാൽ പാമ്പു ചാകില്ല എന്ന ശൈലിയുടെ ആശയം എന്താണ്? 4 ഒരു അശുഭ സംഖ്യയാണ്. ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും പാമ്പിന് രക്ഷപ്പെടാൻ എളുപ്പമാണ്. ആൾക്കാരുടെ എണ്ണം കൂടിയാൽ അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുന്നതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ആൾക്കാരുടെ എണ്ണം കൂടിയാൽ അഭിപ്രായം വ്യത്യാസങ്ങൾ കൂടുന്നതിനാൽ എന്ത് ചെയ്യും? ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യം ആരുടെടുത്തും പറയാൻ നിൽക്കരുത്. നേടിയതിനു ശേഷം നമ്മൾ സന്തോഷം മാത്രമേ പങ്കുവയ്ക്കാവുള്ളൂ. അപ്പോൾ 4 ആള് കൂടിയാൽ പാമ്പു ചാകില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മലങ്കാടൻ എന്ന തൂലികാ നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന പ്രശസ്ത സാഹിത്യകാരനാര്? മലങ്കാടൻ എന്ന തൂലികാ നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ ആര്? ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ചെറുകാടാണ് മലങ്കാടൻ എന്ന തൂലികാ നാമത്തിൽ എഴുതിയ കവി. ആനയുടെ ഒരു പര്യായ പദം, ആനയുടെ പര്യായ പദം തന്നിട്ടുള്ളതിൽ ഏതിലാണ്? ഭ്രമരം എന്നാൽ വണ്ടെന്നർത്ഥം, തേനീച്ച എന്നർത്ഥം, തുരകം എന്നാൽ നമുക്കറിയാം അശ്വം, വാജി, തുരകം എന്നിവ കുതിരയുടെ പര്യായ പദങ്ങളാണ്. അടുത്തത് ഗർദ്ധപം കഴുതയാണ്. സോ ഓപ്ഷൻ സി വാരണമാണ് ആന. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏത്? ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പൊൻ പ്ലസ് കണി പൊൽക്കണിയാണ്. പൊൻ പ്ലസ് കണി എന്താണ്? പൊൽക്കണിയാണ്. അടുത്ത ചോദ്യം. 2013 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആര്? 2013 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ഡി ആണ്, KR മീരയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ തെറ്റായ പദം ഏത്? വ്യത്യസ്തം, യാദൃശ്ചികം, അഗ്നികുണ്ഡം, പ്രത്യാഘാതം. ആൻസർ ഓപ്ഷൻ ബി ആണ്, യാദൃശ്ചികമല്ല, യാദൃച്ഛികമാണ്. അച്ഛന്റെ ചാ വേണം ഇവിടെ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ യാദൃച്ഛികമാണ് ശരിയായിട്ടുള്ള തെറ്റായ പദം. ശരിയായിട്ട് എഴുതേണ്ടത് യാദൃച്ഛികം എന്നാണ്. ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങൾ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കിയാണ് രചിച്ചത്? ആരുടേതാണ്? ഓപ്ഷൻ സി നാലപ്പാട്ട് നാരായണ മേനോന്റെ നിര്യാണത്തെ ആസ്പദമാക്കിയാണ് ലോകാന്തരങ്ങൾ എന്നത് ബാലാമണിയമ്മ രചിച്ചത്. MT വാസുദേവൻ നായരുടെ ചലച്ചിത്രമാക്കിയ നോവൽ ഏത്? MT വാസുദേവൻ നായരുടെ ചലച്ചിത്രമാക്കിയ നോവലാണ് ഓപ്ഷൻ സി മഞ്ഞ്. മികച്ച സാഹിത്യകൃതിക്കുള്ള ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്? ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഓപ്ഷൻ ബി ആണ്, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഓപ്ഷൻ എ ആണ്, ഇതാണ് എന്റെ പേര്. മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം ഏത്? ഓപ്ഷൻ എ ആണ്, ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കൊക്കാഞ്ചറ മറിയം എന്ന കരുത്തയായ സ്ത്രീ കഥാപാത്രം ഉൾപ്പെടുന്ന കൃതി ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആലാഹയുടെ പെൺമക്കളാണ്. AV പത്രോസ് എന്ന നോവലിസ്റ്റ് ഏത് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്? AV പത്രോസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, അയ്യനേത്താണ്. താഴെ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് പഴമൊഴിക്ക് സമാനമായ മലയാള പഴഞ്ചൊല്ല് തിരഞ്ഞെടുക്കുക. ഏതാണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇന്നത്തെ അവസാനത്തെ ചോദ്യം. ശൈലിയുടെ ഉചിതമായ വിവർത്തനം ഏത്? വൈൽഡ് ഗൂസ് ചേസ്. എന്താണ് വൈൽഡ് ഗൂസ് ചേസ്? ഓപ്ഷൻ ബി ആണ്, നിഷ്ഫലയത്നമാണ്. നിഷ്ഫല, അതായത് നമ്മൾ വെറുതെ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും പക്ഷെ ഫലം ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് വൈൽഡ് ഗൂസ് ചേസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നിഷ്ഫലം യത്നം. ഓക്കെ, അപ്പോ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.